ഹായ്, എല്ലാവർക്കും ടോണിച്ചേട്ടൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആർദ്രം ഇന്ത്യയിലെ ഒരു അടിപൊളി പാർട്ടീഷൻ വർക്കാണ്. അപ്പൊ അത്യാവശ്യം നല്ല ലെങ്കിൽ തന്നെയുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഹാള്. ആ ഹാള് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോരം വിഡ്ത്ത് ഉണ്ടെന്ന് ഏകദേശം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ പാർട്ടീഷൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ നല്ലൊരു ബേസ്മെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ബേസ്മെന്റിന്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബോക്സ് കൂട്ടിയിട്ടാണ് നമ്മൾ വെർട്ടിക്കൽ കയറി നേരെ സീലിങ്ങിലൂടെ നമ്മൾ റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പാർട്ടീഷൻ ചെയ്യുവാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും കൂടിയ മൾട്ടിവുഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് മൾട്ടിവുഡിലോട്ട് നമ്മൾ PVC മൈക്ക് ഒട്ടിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ വെർട്ടിക്കൽ ബോക്സിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് നേരെ സീലിങ്ങിലൂടെയാണ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ രണ്ടിലും പില്ലർ നമ്മൾ വെക്കും. അതിനുശേഷം നമ്മൾ ഇടയ്ക്കത്തെ പില്ലറുകളെല്ലാം മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ അകത്ത് കുറച്ച് ഡിസൈൻ വർക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കും. ഈ TV യൂണിറ്റിനോട് ചേർന്നാണ് നമ്മളുടെ ഫസ്റ്റ് പോർഷൻ വരുന്നത്. അപ്പൊ അവിടെ ഒരു ഗ്ലാസിന്റെ ഒരു ഡിസൈൻ വർക്ക് ഉണ്ട്. അതിനുശേഷമാണ് നമ്മുടെ 2-3 പില്ലറുകൾ വരുന്നത്. നമ്മുടെ ഈ പാർട്ടീഷന്റെ എൻട്രൻസ് ഗ്യാപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 മീറ്റർ ആണ്. അപ്പൊ തന്നെ ഊഹിക്കുക ഏകദേശം എത്രത്തോളം വലുപ്പം ഉണ്ടാകും എന്നുള്ളത്. അതുപോലെ തന്നെ നല്ല ഹൈറ്റിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ 2 സൈഡിലും പാർട്ടീഷന്റെ ഒരു ഔട്ടർ ഫ്രെയിം കൂട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മിറർ വരുന്ന ഒരു ബോക്സ് ആണ് ഇത് ഈ കാണുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു പീസും കൂടെ വരും. അതിനുശേഷമാണ് നമ്മളവിടെ പില്ലറും കൂടെ വന്നതിന് ശേഷമാണ് മിററിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഔട്ടർ ഫ്രെയിം ഒക്കെ ഏകദേശം കൂട്ടി വരുവാണ്. ഇനി ടോപ്പിലും കൂടെ ഒരു ബോക്സും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ടർ ഫ്രെയിം കംപ്ലീറ്റ് ആകും. അതിനുശേഷമാണ് നമ്മൾ പില്ലറിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഈ ടോപ്പിലെ സീലിങ്ങിലൂടെയുള്ള ബോക്സ് കണ്ടിന്യൂ ആണ്. അത് ഫുള്ള് നമ്മൾ ഇങ്ങേയറ്റം വരെയും എത്തിക്കുന്നുണ്ട്. അത് നമ്മൾ ആ ബോക്സ് ആയിട്ട് തന്നെ കൂട്ടി നമ്മൾ ഇങ്ങേയറ്റം വരെ എത്തിക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ പില്ലറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഇടാനുള്ള കേബിളുകൾ ഇറക്കാനുണ്ട്. അപ്പൊ നമ്മൾ ടോപ്പിലൂടെ തന്നെ ബോക്സിലൂടെ തന്നെയാണ് നമ്മൾ ആ കേബിളുകൾ കയറ്റി വിടുന്നത്. അങ്ങേയറ്റത്തുനിന്ന് നമ്മൾ ഇങ്ങേയറ്റം വരെ കേബിൾ വലിച്ചിടും. എന്നിട്ടാണ് നമ്മൾ ലൈൻ എല്ലാം കൊടുത്തു വരുന്നത്. അപ്പൊ നമ്മൾ ബോക്സ് എല്ലാം കയറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇനി അതിന്റെ ലൈൻ എല്ലാം താഴോട്ട് ഇറക്കി വിടത്തുള്ളൂ. പില്ലറുകളെല്ലാം തന്നെ നമ്മൾ താഴെ ഇട്ട് കൂട്ടിയതിന് ശേഷമാണ് എടുത്ത് വെക്കുന്നത്. അപ്പൊ നമ്മൾ പില്ലറുകളെല്ലാം കൂട്ടാൻ വേണ്ടി എല്ലാം കട്ട് ചെയ്തെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് മൾട്ടിവുഡ് എല്ലാം കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ബോക്സ് ആക്കിയിട്ട് ശേഷമാണ് നമ്മൾ ഇതാ ഇവിടെ മാർക്ക് ചെയ്തെല്ലാം ഇട്ടിട്ടുണ്ട് പില്ലറിനുള്ള. അപ്പൊ അതിലോട്ട് സ്ലൈഡിങ് പീസ് വെച്ച് നമ്മൾ സ്ലൈഡ് ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മളെല്ലാം മാർക്ക് ചെയ്തിട്ട് ഇനി ഇതിന്റെ സെൻട്രലായിട്ട് കുറച്ച് ഡിസൈൻ വർക്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. ബോക്സ് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോ ലെഫ്റ്റ് സൈഡിലെ പില്ലറുകളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ പില്ലറുകൾ സ്റ്റാർട്ട് ചെയ്യണം. ലെഫ്റ്റ് സൈഡിലെ പില്ലറുകളെല്ലാം ഇട്ട് ഇപ്പൊ ഇതുപോലൊക്കെ ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് റൈറ്റ് സൈഡിലാണ് തുടങ്ങേണ്ടത്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റത്തെ പില്ലർ തന്നെ നല്ല രീതിയിൽ ബലം കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മളെ സീലിംഗിന്റെ അകത്ത് വരുന്ന ചാനലിലോട്ടാണ് എല്ലാം സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പൊ നല്ല നമ്മുടെ ഈ പില്ലറും കൂടെ വരുമ്പോൾ നമ്മുടെ ഈ സീലിങ്ങിനൊക്കെ നല്ലൊരു ബലം കിട്ടും. നമ്മളിപ്പോൾ ഫസ്റ്റത്തെ പില്ലർ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ 3 പില്ലർ വെച്ച് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി പില്ലർ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കണ്ടോണം. നമുക്ക് ആ മുകളിൽ കാണുന്ന സ്ലൈഡിങ് പീസുകൾ താഴെയും മുകളിലായിട്ട് നമ്മൾ സ്ലൈഡിങ് പീസുകൾ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ പില്ലർ സെറ്റ് ചെയ്തതിന് ശേഷം സ്ലോട്ടിലൂടെ നമ്മൾ സ്ലൈഡ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ വിടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീലിംഗുമായിട്ട് നല്ലൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ടൈറ്റിൽ നമ്മൾ കയറ്റി വിടുന്നത്. എത്ര ലോഡ് വന്നാലും ഊരിപ്പോകാത്ത രീതിയിലാണ് നമ്മൾ ഈ പില്ലറുകൾ സ്റ്റോപ്പർ അടിക്കുന്നത്. ഇനി ഇതുപോലെ ഒരു 4 പില്ലറും കൂടെ നമുക്ക് അപ്പുറത്തായിട്ട് സെറ്റ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ നടുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ആ ഗ്യാപ്പിലാണ് നമ്മുടെ കുറച്ച് ഡെക്കറേഷൻ വർക്കുകളൊക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മുടെ പില്ലറുകളുടെ ഒക്കെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്ക് സെൻട്രലിൽ കൊടുക്കാനുള്ള ഡിസൈൻ വർക്കുകളാണ്. അത് നമ്മൾ താഴെയിട്ട് തന്നെ ബോക്സ് ആയിട്ട് കൂട്ടി ചെയ്യുകയാണ്. ഇത് കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ബാക്കി പീസുകൾ പിടിപ്പിക്കാനുണ്ട്. കുറച്ച് പരിപാടി ഇത് ഏകദേശം ഇത്രയായി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കി ഫിനിഷിംഗ് വർക്ക് നമ്മൾ വെച്ചോണ്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതെടുത്ത് അവിടെ പിടിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ കണ്ടല്ലോ, അവിടെ നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അകത്തുള്ള കുറച്ച് ഡെക്കറേഷൻ വർക്കുകളാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് അത് നല്ല രീതിയിൽ തന്നെ സീലിംഗുമായിട്ട് ബലം കൊടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ അതെല്ലാം സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുവാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിലത്തെ ബോക്സുമായിട്ടാണ് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ വേറെ ചെറിയ ചെറിയ സപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ബലം ഉണ്ടായിരിക്കും. കണ്ടോ, നമ്മുടെ പാർട്ടീഷന്റെ ഏകദേശം ഒരു ഔട്ടർ മോഡൽ. ഇനി ഇതിന്റെ അകത്ത് തന്നെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന് ബലം കൊടുത്തതിന് ശേഷമേ ഇനി അതിന്റെ പരിപാടികൾ തുടങ്ങത്തുള്ളൂ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഡിസൈൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെയാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പീസുകളാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്യുന്നത്. ഈ ട്രയാംഗിൾ പീസുകൾ നമ്മൾ ഇതുപോലെ കോർണർ ടു കോർണർ നമ്മൾ സെറ്റ് ചെയ്ത്
നമ്മൾ ഓരോ കോർണറിലുമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. അപ്പൊ ഇത് ടോപ്പ് വരെ നമുക്ക് ഇതുപോലെ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളൊരു നല്ലൊരു ഡിസൈൻ രീതിയിലായിരിക്കും നമ്മളിത് ഒരു പുതിയ മോഡല് രീതിയിലാണ് നമ്മൾ ഇതിപ്പോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ അങ്ങ് ടോപ്പ് വരെ ഇതുപോലെ നമ്മൾ ചെയ്യാനുണ്ട്. ആർദ്രം ഇന്ത്യയിലെ ഒരു പുതിയ മോഡൽ പാർട്ടീഷൻ വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലുള്ള അടിപൊളി മോഡൽ പാർട്ടീഷൻ വർക്കുകൾ നമ്മുടെ വീട്ടിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ തീർച്ചയായും വിളിക്കുക. ആർദ്രം ഇന്ത്യയിലെ ഈ പാർട്ടീഷന്റെ സെക്കൻഡ് പാർട്ട് കാണുവാനായി ടോണി ചേട്ടൻ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പം വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി ടോണി ചേട്ടൻ വ്ലോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. നന്ദി.